ഒരിക്കൽ നബി തങ്ങൾ വന്ന് പള്ളിയിൽ ഹൈമ കെട്ടിയപ്പോൾ നബിയുടെ ഭാര്യ സൈനബ അവരും അങ്ങേപ്പുറത്ത് ഒരു ഹൈമ ഉണ്ടാക്കി. അപ്പം മറ്റു ഭാര്യമാരൊക്കെ എന്താ ഓള് മാത്രം നബിനടുത്ത് ഒരു ഹൈമട്ടത്, എന്താ നമുക്ക് പറ്റൂലേ? അപ്പോൾ മറ്റേ ഭാര്യ അങ്ങേപ്പുറത്ത് ഓള് ഹൈമ ഉണ്ടാക്കി. അപ്പം അടുത്ത ഭാര്യ വന്നു ഇപ്പുറത്ത് അവരൊന്നും ഉണ്ടാക്കി. നബി എല്ലാം കഴിഞ്ഞ് പള്ളിക്ക് നോക്കുമ്പോൾ ആകെ ഒന്നാകെ ഹൈമകൾ. അപ്പോൾ എന്താ ഇപ്പോൾ ചോദിച്ചു, ഇത് ഭാര്യമാരെല്ലാവരും ഹൈമട്ടിയ നബി, ഞങ്ങൾ ചുറ്റുഭാഗത്ത് പോലും ഇത്കാഫിരിക്കുകയാണ്. അപ്പം നബി വെച്ചു ആൽ ബിർറ തുരീദൂൻ, നിങ്ങളെ ഉദ്ദേശം നന്മയാണോ ചോദിച്ചു, അതോ വാശിയാണോ? ഓളുണ്ടെങ്കിൽ ഞാനും ഉണ്ടെന്നാ അങ്ങനെ കണ്ടുവിടാൻ പറ്റുമല്ലോ എന്നാണോ? എല്ലാം പൊളിച്ചളിയാണ്. നബിൻ്റെ കൈമടക്കം പൊളിക്കാൻ പറഞ്ഞു. നബി അത് വേണ്ടാറ്, എല്ലാവരും പൊയ്ക്കൊടിയാണ്. അപ്പം നെയ്യത്ത് ശരിയല്ലെങ്കിൽ കാര്യമില്ലാത്ത നബി അടക്കം നബിൻ്റെ കൈമയും പൊളിച്ചു ഓലും പൊളിക്കാൻ പറഞ്ഞ് അങ്ങനത്തെ ഒരു ഇത്തികാഫ് വേണം. അങ്ങനെ വാശിക്കും മത്സരത്തിലും വേണ്ട. നബി അന്ന് ഇത്തികാഫ് ഇരുന്നില്ല. ആ കൊല്ലം അവസാന 10 നബി ഇത്തികാഫ് ഇരുന്നില്ല. എന്നിട്ട് ശവ്വാലിൽ 10 ദിവസം ഇരുന്നു. റമദാൻ കഴിഞ്ഞിട്ട് ശവ്വാലിൽ നബി ഞങ്ങൾ 10 ദിവസം ഇത്തികാഫ് ഇതിന് പകരം. അപ്പോൾ ഒരു ഉദ്ദേശം മാറുന്നു എന്ന് കണ്ടപ്പോൾ നബി ഞങ്ങൾ അവിടെ കർക്കശമായി ഇടപെട്ടു എന്നർത്ഥം. ശവ്വാലിൽ ഇരുന്നു എന്നതിൽ നിന്നാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് നോമ്പുകാലത്തല്ലാതെയും ഇത്തികാഫുണ്ട്. നോമ്പുകാരനല്ലാതെയും ഇത്തികാഫ് ഇരിക്കാം, നോമ്പുകാലത്തല്ലാതെയും ഇത്തികാഫ് ഇരിക്കാം. നബി ശവ്വാലിൽ ഇരുന്നല്ലോ. ആ ശവ്വാലിൽ ഇരുന്നപ്പോൾ നബി നോമ്പ് നോറ്റു എന്ന് പ്രത്യേകിച്ച് എവിടെയും വന്നിട്ടില്ല, നോറ്റിട്ടില്ല എന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല. അപ്പം നോമ്പില്ലാതെയും ഒരാൾക്ക് വേണമെങ്കിൽ ഇത്തികാഫ് ഇരിക്കാം എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതാണെങ്കിലും ഇതൊക്കെ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഇത്തികാഫിലേക്ക് തിരിയാൻ എന്നാണ് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്. അപ്പം നമുക്ക് 10 ദിവസം കഴിയുമെങ്കിൽ 10 ദിവസം അങ്ങനെ. അപ്പം നെയ്യത്താതെ നിൽക്കാവണം. ഇന്ന് മുതൽ റമദാൻ അവസാനിക്കുന്ന വരെ ഈ പള്ളിയിൽ ഇത്തികാഫിരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് എങ്കിൽ ഈ പറഞ്ഞ എല്ലാ നിയമവും പാലിക്കണം 10 ദിവസം. ഞങ്ങളുടെ ഉദ്ദേശമൊന്നുമില്ല, പള്ളി വന്ന് കൂടെ ഇബാദത്തിൽ മുഴുക എന്നേ ഉള്ളൂ, ഇത്തികാഫിന് നെയ്യത്തൊന്നുമില്ല എങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അവർക്ക് പുറത്തു ഇറങ്ങാൻ എവിടെയും പോകാം, ഇഷ്ടണ്ടാകുമ്പോൾ കയറി വരാം, ഇഷ്ടണ്ടാകുമ്പോൾ പോകാം, അത് അവർക്ക് തീരുമാനിക്കാം. ഇനി അതല്ല രാത്രി മാത്രമാണ് ഇത്തികാഫ് എങ്കിൽ നമ്മുടെ സമയം നമ്മൾ നിശ്ചയിക്കണം. മഗ്രിബ് മുതൽ സുബ്ഹി വരെ എന്നാണോ, ഇശാ മുതൽ സുബ്ഹി വരെ എന്നാണോ, തറാവീഹ് മുതൽ സുബ്ഹി വരെ എന്നാണോ, ഖിയാമുൽ ലൈൽ മുതൽ സുബ്ഹി വരെ എന്നാണോ എന്നൊക്കെ നമുക്കൊരു ധാരണ വേണം. ആ സമയം നമ്മൾ ഇത്തികാഫിലാണ്. അതുകൊണ്ട് ആ സമയത്തുള്ള ഇത്തികാഫ് അതിൽ ഈ പറയപ്പെട്ട മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇത്തികാഫിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക.